എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ചെറിയ തോതിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ പോലും എല്ലാ തരത്തിൽപ്പെട്ട ചെടികൾക്കും ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വളമാണ് തയ്യാറാക്കുന്നത്. അതും യാതൊരു കാശുചെലവുമില്ലാതെ നമ്മൾ തയ്യാറാക്കുന്നത് ജീവാമൃതമാണ്. അതിന് പച്ചച്ചാണകവും ഗോമൂത്രവും ഒന്നും ചേർക്കാതെ അതിലും ഗുണമേന്മയേറിയ രീതിയിൽ ജീവാമൃതം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു വളം തയ്യാറാക്കാനായിട്ട് 20 ലിറ്ററിൻ്റെ ഒരു പെയിൻറ്റ് ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഈ ബക്കറ്റിൻ്റെ അരഭാഗം മിച്ചം വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പറിച്ചെടുത്ത പുല്ലും മറ്റ് ഐറ്റംസും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. അതായത് ഈ ബക്കറ്റിൻ്റെ 1/4 ഭാഗം മിച്ചം വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല പച്ചപ്പോട് കൂടിയ കളകളും പുല്ലുകളും ഒക്കെ ചുവട് ഉൾപ്പെടെ ഇതുപോലെ പറിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കാരണം വേരുൾപ്പെടെ പറിച്ചെടുക്കുമ്പോൾ അതിൽ കുറച്ച് മണ്ണും അതിലുണ്ടാവും. അതായത് ഒരു ചെടിയെ സമൂലം പറിച്ചെടുക്കണം. നമുക്ക് എന്തുമാത്രം ജൈവവളം വേണോ അതിനനുസരിച്ചുള്ള ഒരു പാത്രം എടുക്കുക. ഈ ഒരു വളം തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടത് രാസവളങ്ങളൊന്നും ചേർക്കാത്ത നമ്മുടെ പറമ്പിലെയും മുറ്റത്തെയൊക്കെ കളകളാണ് പറിച്ചെടുക്കേണ്ടത്. ഇതുകൂടാതെ നിങ്ങൾക്ക് ഇതിൽ ശീമക്കൊന്നയുടെ ഇല കിട്ടുകയാണെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. കാരണം ശീമക്കൊന്നയുടെ ഇലയിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് നല്ലൊരു വളമായിട്ട് മാത്രമല്ല നല്ലൊരു കീടനാശിനി കൂടിയായിട്ട് ഈ വളം ഉപയോഗിക്കാൻ പറ്റും. കൂടാതെ പറമ്പിലെ പുല്ലൊക്കെ പറിച്ചെടുക്കുമ്പോൾ ഫ്രഷായിട്ട് തന്നെ പറിച്ചെടുത്ത് വളം തയ്യാറാക്കി എടുക്കണം. അതായത് ഉണങ്ങി വാടിപ്പോയതൊന്നും എടുക്കരുത്. ഈ ഒരു ബക്കറ്റിലേക്ക് ഞാൻ പറിച്ചെടുത്ത കളകളും പുല്ലുകളും ഒക്കെ ഇട്ടുകൊടുത്തു. ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് നൈട്രജൻ അടങ്ങിയ ഉഗ്രൻ വളം കിട്ടുകയും ചെയ്യും. കൂടാതെ നമ്മുടെ മുറ്റവും പരിസരവും ഒക്കെ ക്ലീനായി കിട്ടുകയും ചെയ്യും. നിങ്ങൾ പറിച്ചെടുക്കുന്ന പുല്ല് വേരുൾപ്പെടെ മണ്ണോടുകൂടി അല്ല, പുല്ല് മാത്രമായിട്ടാണ് പറിച്ചെടുക്കുന്നതെങ്കിൽ ഒരു പിടി രാസവളം ചേർക്കാത്ത മണ്ണുകൂടി ഇതിലേക്ക് ചേർക്കണം. കൂടുതൽ വേണ്ട, ഇതുപോലെ ഒരു കൈപ്പിടി മാത്രം മണ്ണ് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നില്ല, കാരണം ഞാൻ ചെടിയുടെ ചുവട് ഉൾപ്പെടെയാണ് പറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 100 ഗ്രാം ശർക്കര ചേർക്കുന്നുണ്ട്. ഈ ഒരു പച്ചില പെട്ടെന്ന് അഴുകി ചേർന്ന് ഫെർമെൻറ്റേഷൻ നടക്കാനായിട്ടാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരമായിട്ട് പുളിച്ച കഞ്ഞിവെള്ളം, ഈസ്റ്റ്, പഴം, തൈര്, തേങ്ങാവെള്ളം ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അടുത്തത് 100 ഗ്രാം ചെറുപയർ പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. ചെറുപയർ തന്നെ വേണമെന്നില്ല. കടല, തുവര, മുതിര, ഉഴുന്ന് തുടങ്ങിയ ഇരട്ട പരിപ്പ് പയർവർഗ്ഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് പൊടിച്ചെടുത്താൽ മതി. കുറച്ച് പഴകിയ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പയർവർഗ്ഗമാണെങ്കിലും മതി. ഉണ്ടെങ്കിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ്, ഇല്ലെങ്കിലും ഒഴിവാക്കാവുന്നതാണ്. ഇനി ഈ ഒരു ബക്കറ്റിൻ്റെ 1/4 ഭാഗം മിച്ചം വെള്ളവും കൂടി വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഈ ബക്കറ്റിൻ്റെ മീതെ ചണച്ചാക്കല്ലെങ്കിൽ കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അത് നനച്ചിട്ട് മൂടിയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഹോളുള്ള പാത്രമോ അരിപ്പയോ എന്തെങ്കിലും വെച്ച് അടച്ചാലും മതി. കാരണം ഈ ബക്കറ്റിൽ കുറച്ച് എയർ സർക്കുലേഷൻ കൊടുത്താൽ കൂടുതൽ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യും. അത് ഈ വളത്തിന് കൂടുതൽ ഗുണമേന്മ കിട്ടാൻ സഹായിക്കും. ഇതുപോലെ മൂടി വെച്ചതിന് ശേഷം തണലത്ത് വേണം മാറ്റി വെക്കാനായിട്ട്. അതിനുശേഷം 7ാമത്തെ ദിവസം തൊട്ട് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. നമ്മൾ ഇത് ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും ഈ വളം ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ കാണുന്നത് 7ാമത്തെ ദിവസമാണ്. ഇപ്പോൾ തൊട്ട് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. ഇനി ഇതൊരു 14 ദിവസം വരെ വെച്ചിരുന്ന് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതെങ്ങനെയാണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതെന്ന് പറയാം. ഇത് ഞാൻ അരിപ്പയിലൂടെ അരിച്ചെടുത്താണ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം നമ്മൾ കളകൾ നേരിട്ട് വളമാക്കി മാറ്റുമ്പോൾ അതിലുള്ള അരികൾ ഈ വളത്തിൽ കാണും. അത് വീണ്ടും ചുവട്ടിൽ വീണാൽ അവിടെ കിടന്ന് അത് കിളിർത്ത് വീണ്ടും കളകളായി മാറാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അരിച്ചൊഴിക്കുന്നത്. നമ്മൾ വലിയ ചെടികൾക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ 1 കപ്പ് ലായനിയാണ് ഇത് എടുക്കുന്നതെങ്കിൽ 5 കപ്പ് വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. അതായത് 1:5 എന്ന അനുപാതത്തിൽ വേണം എടുക്കാനായിട്ട്. നേരെ മറിച്ച് ചെറിയ ചെടികളാണെങ്കിൽ, അതായത് ചെടികൾ നട്ട് 1 മാസമൊക്കെ പ്രായമുള്ള ചെടികളാണെങ്കിൽ 1 കപ്പ് ലായനിക്ക് 10 കപ്പ് വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ.
ഞാൻ ഈ രീതിയിലാണ് വർഷങ്ങളായിട്ട് ചെടികൾക്ക് വളമായിട്ടും കീടനാശിനിയായിട്ടൊക്കെ ഈ വളം ചെടികളുടെ ചുവട്ടിലും അതുപോലെ ചെടികളുടെ ഇലകളൊക്കെ നന്നായിട്ട് നനയുന്ന രീതിയിലും ഒഴിച്ചു കൊടുക്കാറുള്ളത്. ചാണകത്തേക്കാൾ സ്ട്രോങ് ആണ് ഈ വളം. കാരണം ചാണകം എന്നത് പച്ചപ്പുല്ലിലെ പല ഘടകങ്ങളും പശുവിലേക്ക് വലിച്ചെടുത്തതിന് ശേഷമുള്ള ചണ്ടിയാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ പച്ചപ്പുല്ലിലെ എല്ലാ ഗുണങ്ങളും നമുക്ക് ഈ വളത്തിലൂടെ കിട്ടുകയും ഇതൊഴിച്ചു കൊടുക്കുന്നത് മൂലം ചെടികൾക്ക് വേണ്ട ഒട്ടുമിക്ക മൂലകങ്ങൾ ലഭിക്കുകയും ചെടികൾ നന്നായിട്ട് തഴച്ചു വളരുകയും ചെയ്യും. ഇവിടെ നമ്മൾ പച്ചച്ചാണകത്തിന് പകരമാണ് പച്ചപ്പുല്ല് എടുത്തിരിക്കുന്നത്. പച്ചച്ചാണകം എല്ലാവർക്കും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ പച്ചച്ചാണകത്തിനേക്കാൾ ഗുണമേന്മയേറിയത് ഒരു പക്ഷേ പച്ചപ്പുല്ല് തന്നെയാണ്. കാരണം യഥാർത്ഥത്തിൽ പച്ചച്ചാണകം എന്ന് പറയുന്നത് പശു പുല്ല് തിന്ന് അതിനെ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്നതാണ് പച്ചച്ചാണകം. അതായത് പുല്ലിനെ പ്രോസസ്സ് ചെയ്ത് ചാണകമാക്കി മാറ്റുന്നത്. അതിനു പകരമായിട്ട് പുല്ലിനെ തന്നെ നമുക്ക് നേരിട്ട് ഈ വളം തയ്യാറാക്കാനായിട്ട് എടുക്കാവുന്നതാണ്. കാരണം പച്ചച്ചാണകം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങളിൽ ഈ ഒരു വളം വളരെയധികം പ്രയോജനപ്പെടും. കൂടാതെ ഇക്കാലത്ത് പശുവിനൊക്കെ പച്ചപ്പുല്ലിനേക്കാൾ കൂടുതൽ മറ്റ് തീറ്റകളൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ചാണകത്തിനും ഈ വളത്തിൻ്റെ അത്ര ഗുണമേന്മ കിട്ടാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം, യാതൊരു കാശ് ചെലവുമില്ലാതെ വളം തയ്യാറാക്കാമെന്ന് പറഞ്ഞിട്ട് ഇതിൽ പൊടിച്ചു ചേർത്ത പയറിനൊക്കെ കാശ് കൊടുക്കണ്ടേ എന്ന്. പയറുപൊടി വേണമെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവാക്കാം. എന്നാൽ ചെടികൾക്ക് നമ്മൾ പയറും കടലയും ഒക്കെ പൊടിച്ച് നേരിട്ട് ചേർക്കുന്നത് മൂലം അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജൻ വലിച്ചെടുത്ത് മണ്ണിൽ വളമാക്കി മാറ്റാൻ സഹായിക്കുന്നുണ്ട്. ഇത് ചെടികൾക്ക് വളരാൻ ആവശ്യമായ ഏറ്റവും അത്യാവശ്യമായ ഒരു പോഷകമാണിത്. കൂടാതെ ഇവ വളമായി ഉപയോഗിക്കുമ്പോൾ വിളകളുടെ വളർച്ചയെ സഹായിക്കുകയും നല്ല വിളവ് കിട്ടുകയും മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്തുകയും കൂടാതെ ജലാംശം നിലനിർത്താനും ഇവ സഹായിക്കുന്നുണ്ട്. ഇതിലൂടെയൊക്കെ നമുക്ക് രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാനും സാധിക്കും. ഈ ഒരു വളം പച്ചക്കറി ചെടികൾക്കും പൂച്ചെടികൾക്കും ഫലവൃക്ഷങ്ങൾക്കും തുടങ്ങിയ എല്ലാ തരത്തിൽപ്പെട്ട ചെടികൾക്കും ഒരുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കാരണം ഏത് ചെടികൾക്കും ഏറ്റവും അത്യാവശ്യമുള്ള പ്രാഥമിക മൂലകങ്ങളാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. അതിൽ തുടക്കം മുതൽ ചെടികൾക്ക് ആവശ്യമുള്ളതും നൈട്രജനാണ്. ഈ ഒരു വളമെന്ന് വെച്ചാൽ നൈട്രജൻ്റെ കലവറയാണ്. അതുകൊണ്ട് നമുക്ക് ഏത് പ്രായത്തിൽപ്പെട്ട ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ചില പച്ചക്കറി തൈകളൊക്കെ മണ്ണിൽ വെച്ച് 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ചെടികളുടെ ഇലകളൊക്കെ മഞ്ഞളിക്കാൻ തുടങ്ങുന്നതും അതുപോലെ ഇലകൾക്ക് കുരുടിപ്പ് തോന്നുന്നതുമൊക്കെ. ഇതിന് കാരണം ചെടികളിൽ ഉണ്ടാകുന്ന നൈട്രജൻ്റെ അഭാവം മൂലമാണ്. അതിനൊക്കെ ഏറ്റവും നല്ല വളമാണിത്. കൂടാതെ ഈ ഒരു വളം തയ്യാറാക്കാനായിട്ട് പുല്ലിൻ്റെ വേരുൾപ്പെടെ എടുത്തിരിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് ആവശ്യമായ സൂക്ഷ്മമൂലകങ്ങൾ കൂടി കിട്ടുകയും ചെയ്യും. കൂടാതെ ഈ ഒരു വളം മണ്ണിൻ്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നതിനും മണ്ണിലെ ജീവാണുക്കളുടെ പ്രവർത്തനം കൂട്ടുന്നതിനും ഉപയോഗിക്കുന്ന ഒരു ജൈവ വളമാണ് ജീവാമൃതം. ഈ ഒരു വളം തയ്യാറാക്കി ആഴ്ചയിൽ 1 വീതം എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ജീവാമൃതം ഒഴിച്ചു കൊടുത്താൽ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ അകറ്റി നിർത്താനും മണ്ണിലെ ജീവാണുക്കളുടെ പ്രവർത്തനം കൂട്ടാനും മണ്ണിൻ്റെ അമ്ലത ക്രമപ്പെടുത്താനും ഒക്കെ ഈ ഒരു വളം അത്യാവശ്യമാണ്. കൂടാതെ വേരിലൂടെ ബാധിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ തടയാനും സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം.